ഹായ് മോട്ടിവേഷൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം സമൂഹത്തിൽ എല്ലായിടത്തും കാണുന്നതാണ്. ഒരുപാട് കാലം ഒരുമിച്ച് ജീവിച്ച് അല്ലെങ്കിൽ ഒന്നിച്ച് സ്നേഹിച്ചു ജീവിച്ചവർ പിന്നീട് എന്തെന്നറിയാതെ അവർ മാറി നിൽക്കുന്നത് അവരോടാണ് എനിക്ക് പറയാനുള്ളത്. കുന്നോളം സങ്കടങ്ങൾ ഉണ്ടെങ്കിലും അവർക്കുവേണ്ടി നിങ്ങൾ ഒഴിഞ്ഞു കൊടുത്തേക്ക്. നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയാണ് അവർ ഈ പരാക്രമങ്ങൾ എല്ലാം കാണിച്ചു കൂട്ടുന്നത് എന്ന് മനസ്സിലായാൽ പിന്നെ എന്തിന് ചിന്തിക്കണം? പറയാൻ എളുപ്പമാണ് എന്നല്ലേ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്? സാരമില്ല എന്ന് മനസ്സിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അപ്പോൾ നിങ്ങൾക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നാണത് എന്ത്? അവർക്ക് വേണ്ടി നിങ്ങളെ ഒഴിച്ചുവിടുക എന്നത്. അവരുടെ മുന്നിൽ നിൽക്കാതെ, അവർക്ക് ശല്യമാകാതെ, അവർ എടുത്ത തീരുമാനത്തിൽ തന്നെ തുടരാൻ അവരെ അനുവദിക്കുക. ഒഴിവാക്കാനുള്ള തീരുമാനം അവർ എടുത്തിട്ടുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാനുള്ള നിങ്ങളുടെ ഒരു കാരണങ്ങൾക്കും അവിടെ വിലയില്ലാതാകും. നിങ്ങൾക്ക് വിലയില്ലാത്ത ഇടങ്ങളിൽ കടിച്ചു പിടിച്ചു നിന്നു എന്നിട്ട് എന്തിനാ? ഇനിയും നിങ്ങളുടെ സങ്കടപ്പെരുമഴ അവർ കാണാൻ നിൽക്കില്ല. ആ മഴ നനയാനും അവർ ഒരുങ്ങില്ല. നിങ്ങളെ ഒഴിവാക്കാൻ ആണ് അവർ ഈ അക്രമങ്ങൾ എല്ലാം കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്തതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം. കാരണങ്ങളൊന്നുമില്ലാതെ അവർ ബിസി ആകുന്നതും മൈൻഡ് ചെയ്യാതിരിക്കുന്നതും അവർ തരുന്ന ഒരു വലിയ അപകട സൂചനയാണ്. നിങ്ങളിൽ നിന്നുള്ള അവരുടെ ആവശ്യങ്ങളെല്ലാം അവർ നേടിക്കഴിഞ്ഞു. ഇനി അവർക്ക് ഇറങ്ങിപ്പോകാനുള്ള തിടുക്കം കൂടുതലായിരിക്കും. അവരുടെ സന്തോഷത്തിനു വേണ്ടി അവർ നിങ്ങളോട് കൂട്ടുകൂടി. അവരുടെ ഇഷ്ടത്തിനു വേണ്ടി അവർ കാരണങ്ങൾ കണ്ടെത്തി. അവരുടെ ലക്ഷ്യങ്ങൾ അവർക്ക് പൂർത്തിയാക്കാൻ വേണ്ടി അവർ നിങ്ങളെ ആയുധമാക്കി. ഇപ്പോൾ അവർ എല്ലാം നേടിക്കഴിഞ്ഞ് എന്ന് അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു. ഇനി ഉപേക്ഷിക്കലാണ്. ഉപേക്ഷിക്കപ്പെട്ടിടത്ത് അപേക്ഷിക്കാൻ നിൽക്കാതെ തിരിച്ചു നടക്കാനുള്ള ഒരു ധൈര്യം അത് നിങ്ങൾ കാണിക്കണം. നിങ്ങൾ ഇന്ന് എടുത്ത തീരുമാനം ഒരു കാലത്തിനപ്പുറം നിങ്ങൾക്ക് ഏറെ അഭിമാനിക്കാനുള്ള കാര്യമാവും. ഇരുന്നു വാങ്ങിയതെല്ലാം ഭിക്ഷയാണെന്ന് തിരിച്ചറിയുക. നിങ്ങൾ മാറിയാലാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് മനോഹരമാകുന്നതെങ്കിൽ നിങ്ങൾ അങ്ങ് മാറിക്കൊടുത്തേക്ക്. ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഒരുപാട് നിമിഷങ്ങളുടെ പ്ലാനിംഗ് ആയിരുന്നു. അവർക്ക് താൽപ്പര്യം ഇല്ലെങ്കിൽ ഒരു പരാതിയും പറയാൻ നിൽക്കാതെ അവരുടെ വഴിക്ക് അവരെ വിട്ടേക്കണം. ജാഗ്രതയുള്ളവർ ആയിരിക്കുക എപ്പോഴും. അപ്പോൾ പിന്നെ നമുക്ക് വേദനിക്കേണ്ടി വരില്ലല്ലോ. ഇന്നലെ വരെ പ്രിയപ്പെട്ടവരായിരുന്നവർ ഇന്ന് തികച്ചും അന്യരായിരിക്കുന്നു. ഒന്നു മാത്രം ഓർത്താൽ മതി, അത്രയും പ്രിയപ്പെട്ട ഒരു മനുഷ്യനെയും ആർക്കും പെട്ടെന്നൊന്നും മടുക്കില്ല. അങ്ങനെ മടുക്കുന്ന ഒരു മനുഷ്യരും അത്ര പ്രിയപ്പെട്ടവർ ആയിരുന്നില്ല എന്നും. സ്നേഹത്തിന്റെ വില അറിയുന്നവർക്ക് മാത്രമേ അതിന്റെ ഭംഗി അറിയാൻ കഴിയൂ, അതിന്റെ ഭംഗി കാണാൻ കഴിയൂ. വില അറിയാത്തവരുടെ മുന്നിൽ എന്തിന് നിങ്ങൾ തുറന്നു കാണിക്കണം? ചിന്തിക്കൂ, പ്രവർത്തിക്കൂ. ബൈ മോട്ടിവേഷൻ മലയാളം.